മാറി നോക്കുക കൂട്ടരെ, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി തട്ടിമുട്ടി ജീവിതം പാഴാക്കലേ പ്രിയ കൂട്ടരെ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? എന്തുണ്ട് സ്കൂളിലെ വിശേഷങ്ങൾ? കൊച്ചു കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടോ? പഠിച്ചാൽ മാത്രം പോരാട്ടോ, അപ്പോൾ പ്രാർത്ഥിക്കുകയും വേണം. ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ? ആദ്യത്തെ സെഗ്മെന്റാണ് കാട്ടിലെ കൂട്ടുകാർ. ഇന്ന് പുള്ളിമാൻ ഏത് കഥയായിരിക്കും നമ്മളോട് പറയാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കാട്ടിലെ കൂട്ടുകാർ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ആരുടെ കഥയെ കേൾക്കണ്ടേ? ഇന്ന് യാക്കോബിന്റെ കഥ കേട്ടാലോ? യാക്കോബ് ആരാണെന്നറിയാമോ? യാക്കോബ് ഇസഹാക്കിന്റെ 2 മക്കളിൽ ഒരുവനായിരുന്നു. യാക്കോബ് ഒരു കൃഷിക്കാരനുമായിരുന്നു. ഒരിക്കൽ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു എന്നറിഞ്ഞപ്പോൾ ജ്യേഷ്ഠനായ ഏസാവിന് ദേഷ്യവും വെറുപ്പുമായി. ഈ വെറുപ്പ് യാക്കോബിനെ കൊല്ലുമെന്നായപ്പോൾ ഇരുവരുടെയും അമ്മയായ റബേക്ക ഓടിച്ചെന്ന് യാക്കോബിനോട് പറഞ്ഞു, നീ ഇവിടെ നിന്നും കുറച്ചു കാലം മാറി താമസിക്കണം. ജ്യേഷ്ഠന്റെ വെറുപ്പും ദേഷ്യവും മാറിക്കഴിയുമ്പോൾ നീ ഇവിടേക്ക് വന്നാൽ മതി. അപ്പോൾ യാക്കോബ് അമ്മയോട് ചോദിച്ചു, ഞാൻ എങ്ങോട്ടേക്ക് പോകും? ഇരുവരും ആശയക്കുഴപ്പത്തിലായി. അപ്പോൾ അമ്മ ഒരു ഐഡിയ പറഞ്ഞു. എന്തായിരുന്നു ആ ഐഡിയ? എന്റെ സഹോദരനായ ലാബാന്റെ അടുക്കിലേക്ക് നീ പോയിക്കൊള്ളുക. ജ്യേഷ്ഠന്റെ വെറുപ്പും ദേഷ്യവും മാറിക്കഴിയുമ്പോൾ നീ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. അതൊരു നല്ല ഐഡിയ ആണെന്ന് യാക്കോബിനും തോന്നി. ഉടനെ തന്നെ യാക്കോബ് യാത്ര പുറപ്പെട്ടു. ആ യാത്ര വലിയ നീണ്ട യാത്രയായിരുന്നു. മരുഭൂമിയിലൂടെ ചുട്ടുപൊള്ളുന്ന വെയിലത്തുകൂടെ യാക്കോബ് യാത്ര തുടർന്നു. യാക്കോബ് ആദ്യ ദിവസത്തെ യാത്ര അവസാനിപ്പിച്ചു. ഒന്ന് തല ചായ്ക്കുവാനായി ഇടം നോക്കി. പക്ഷെ യാക്കോബ് മണലാരണ്യമല്ലാതെ മറ്റൊന്നും കണ്ടില്ല. പെട്ടെന്ന് കണ്ണിൽ കണ്ട ഒരു കല്ലെടുത്ത് തലയിണയാക്കി യാക്കോബ് അവിടെ കിടന്നു. യാക്കോബ് യാത്രാ ക്ഷീണത്താൽ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. എന്തായിരുന്നു ആ സ്വപ്നം? യാക്കോബ് ഒരു വലിയ ഗോവണി കണ്ടു. അതിന്റെ ഒരറ്റം ഭൂമിയിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ അറ്റം ആകാശത്തും ഉറപ്പിച്ചിരുന്നു. ഈ ഗോവണിയിലൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്തു. ഹായ് മലഹമാർ. ആകാശത്തു നിന്ന് ദൈവം അരുളി ചെയ്തു. എന്താ ദൈവം പറഞ്ഞത്? നീ കിടക്കുന്ന ഈ സ്ഥലം ഞാൻ നിനക്ക് നൽകും. നിന്റെ സന്തതികളെ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റതാക്കി തീർക്കും. ഈ സ്വപ്നം കണ്ടതും യാക്കോബ് ഞെട്ടി ഉണർന്നു. ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് യാക്കോബിന് മനസ്സിലായില്ല. എന്നിട്ട് യാക്കോബ് എന്താ ചെയ്തേ? യാക്കോബ് കുറേ നേരം ആലോചിച്ചു. പക്ഷെ യാത്രാ ക്ഷീണത്താൽ വീണ്ടും മയങ്ങിപ്പോയി. 2-ാം ദിവസം യാക്കോബ് വീണ്ടും യാത്ര തുടർന്നു. കുറെ കഴിഞ്ഞപ്പോൾ യാക്കോബിന് ദാഹിക്കുവാൻ തുടങ്ങി. യാക്കോബ് വെള്ളം കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചു നടന്നു. അപ്പോൾ ഒരു വലിയ കിണർ യാക്കോബ് കണ്ടു. ആ കിണറിന്റെ അരികിലേക്ക് പോയപ്പോൾ ആ കിണറിന്റെ മുകൾ ഭാഗം ഒരു കല്ല് വെച്ച് മൂടിയിരിക്കുന്നതായി യാക്കോബ് കണ്ടു. യാക്കോബ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ കല്ലെടുത്ത് മാറ്റുക യാക്കോബിന് സാധിക്കുമായിരുന്നില്ല. അതിനാൽ മറ്റാരുടെയെങ്കിലും സഹായം അഭ്യർത്ഥിക്കുവാൻ യാക്കോബ് ചുറ്റും നോക്കി. അപ്പോൾ കുറെ ആട്ടിടയന്മാർ അതിലെ വരുന്നത് യാക്കോബ് കണ്ടു. യാക്കോബ് അവരുടെ അരികിലേക്ക് എത്തി. ആട്ടിടയന്മാർ യാക്കോബിനോട് ചോദിച്ചു, നീ ആരാണ്? നിന്നെ ഇതിനു മുൻപ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ യാക്കോബ് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മാവൻ ലാബാന്റെ അടുക്കലേക്ക് വന്നതാണ്. ലാബാനെ അറിയുമോ നിങ്ങൾ? ലാബാനെ അറിയുന്നവരായിരുന്നു ആ ആട്ടിടയന്മാർ. തന്റെ സഹോദരിയുടെ മകൻ തന്നെ കാണുവാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ലാബാൻ ഓടി യാക്കോബിന്റെ അരികിലെത്തി. യാക്കോബിനെ കണ്ടതും ലാബാന് വളരെയധികം സന്തോഷമായി. പിന്നീട് കുറെ കാലം യാക്കോബ്
ലാബാന്റെ അരികിൽ താമസിച്ചു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്താ മനസ്സിലായത്? ആർക്കെങ്കിലും പറയാവോ? നന്മ ചെയ്താൽ ദൈവം നമ്മളെ അടുക്കൽ വരും. അതെ, നമ്മൾ എപ്പോഴും ദൈവത്തോട് സമീപസ്ഥമായിരിക്കണം. നമ്മൾ നന്മ ചെയ്യുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ നമ്മോടൊപ്പം എന്നും ദൈവമുണ്ടാവും. കൊച്ചു കൂട്ടുകാരെ, പുള്ളിമാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റാണ് അന്നമോളും കാവൽ മാലാഖയും. കുസൃതി കൊടുക്കിയ അന്നമോളുടെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അന്നമോളും കാവൽ മാലാഖയും. മാലാഖേ. ഹായ് അന്നമോളെ. ഹായ് മാലാഖേ. എന്തുണ്ട് എന്റെ മോളെ വിശേഷം? സുഖമായിരിക്കുന്നു മാലാഖേ. ആട്ടെ, ഇന്ന് എന്താ എന്റെ അന്നമോളുടെ സംശയം? എങ്ങനെയാ മാലാഖേ ഈ ഡച്ചുകാർ നമ്മുടെ കേരളത്തിലെത്തിയത്? അതിനു പിന്നിൽ ഒത്തിരി ചരിത്രങ്ങളുണ്ട് അന്നമോളെ. അതെന്തൊക്കെയാ മാലാഖേ? ധൃതി കൂട്ടല്ലേ, ഞാൻ പറഞ്ഞു തരാം. ഉം. പണ്ട് നമ്മുടെ കേരളത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു. കടൽ മാർഗം അറബികൾ കച്ചവടത്തിനായി ഇന്ത്യയിലും പിന്നീട് കേരളത്തിലും എത്തി. കേരളത്തിൽ വന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ നിസ്സാര വിലയ്ക്ക് വാങ്ങി തങ്ങളുടെ നാട്ടിലെത്തിച്ച് അവർ ധാരാളം പണം സമ്പാദിക്കുന്നുണ്ടെന്ന് പോർച്ചുഗീസുകാരും ഡച്ചുകാരും എല്ലാം അറിഞ്ഞു. എന്നിട്ടോ? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാർ വ്യാപാര സാധനങ്ങൾ വാങ്ങി പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് എത്തിച്ചു. അവിടെ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങി യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിൽ കൊണ്ടുപോയി വിറ്റിരുന്നത് പ്രധാനമായും ഡച്ചുകാരായിരുന്നു അന്നമോളെ. എന്നാൽ 1580 ഫിലിപ്പ് രണ്ടാമൻ പോർച്ചുഗലിന്റെ ഭരണാധികാരിയായി മാറിയതോടെ ഡച്ചുകാർക്ക് ലിസ്ബൺ തുറമുഖത്തേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. അങ്ങനെ വന്നപ്പോൾ ഡച്ചുകാർ ഇന്ത്യയുമായി നേരിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഡച്ചു സഞ്ചാരിയായ ഇൻഷോട്ടനിൽ നിന്നാണ് അവർക്ക് ഇന്ത്യയിലെത്താൻ ആവശ്യമായ വിവരങ്ങൾ ലഭിച്ചത്. അങ്ങനെ 1595 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന വ്യാപാര സ്ഥാപനം നിലവിൽ വന്നു. അവർ ക്യാപ്റ്റൻ വാൻ ഹൗട്ട്മാന്റെ നേതൃത്വത്തിൽ കിഴക്കൻ രാജ്യങ്ങളിലെത്തി അവിടെയൊക്കെ ഒട്ടേറെ വ്യാപാര സംഘങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ 1602 ഡച്ച് ഗവൺമെന്റ് ഈ സംഘടനകളെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഒരു വ്യാപാര സംഘടന ഉണ്ടാക്കി. യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഥവാ വിവോസി എന്നായിരുന്നു ആ സംഘടനയുടെ പേര്. യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൽ എന്താണ് മാലാഖേ ചെയ്തത്? അക്കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാരുടെ ക്രൂരതയും അഹങ്കാരവും കാരണം ജനങ്ങളെ രാജാക്കന്മാരും പോർച്ചുഗീസുകാരെ വെറുത്തു കഴിയുകയായിരുന്നു. മാത്രമല്ല പോർച്ചുഗീസുകാരുടെ ശക്തിയും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സാഹചര്യത്തിലേക്കാണ് ഡച്ചുകാർ കപ്പലിറങ്ങിയത്. ഡച്ചുകാരെ കൂട്ടുപിടിച്ച് പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് ഓടിക്കാൻ കോഴിക്കോട്ടെ സാമൂതിരി തീരുമാനിച്ചു. അങ്ങനെ 1604 ഡച്ചുകാരും സാമൂതിരിയുമായി ഉടമ്പടി വെച്ചു. തുടർന്ന് പോർച്ചുഗീസ് കേന്ദ്രങ്ങളെല്ലാം ഡച്ചുകാർ ആക്രമിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്താ സംഭവിച്ചേ? വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ 1658 പോർച്ചുഗീസുകാരെ ഡച്ചുകാർ ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും തുരത്തി ഓടിച്ചു. അങ്ങനെ 1658 അക്കാലത്തെ ദക്ഷിണേന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ പ്രധാന താവളമായിരുന്ന നാഗപട്ടണം ഡച്ചുകാർ പ്രധാന കച്ചവട കേന്ദ്രമാക്കി മാറ്റി. കേരളത്തിലെ രാജാക്കന്മാരുമായി നല്ല ബന്ധം ആയിരുന്നു അക്കാലത്ത് ഡച്ചുകാർക്ക് ഉണ്ടായിരുന്നത്. അത് പിന്നെ മാറിയോ മാലാഖേ? വെയിറ്റ് ചെയ്ത അന്നമോളെ, പറയാൻ ഞാൻ. ഓക്കെ. 1683 കൊച്ചിയിലെ ഡച്ച് മേധാവിയായി ഹെൻറിക് വാൻ റീഡ് നിയമിതനായി. കച്ചവടം എന്നതിനേക്കാൾ ഉപരിയായി രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ കൂടി വാൻ റീഡിന് ഉണ്ടായിരുന്നു. ആണോ? അതെന്തായിരുന്നു മാലാഖേ? ആദ്യം തന്നെ കൊച്ചി രാജാവിന്റെ അധികാരങ്ങൾ കവർന്നെടുത്തു. അദ്ദേഹത്തെ പിന്നീട് ഡച്ച് കമ്പനിയുടെ ഒരു പാവ മാത്രമാക്കി മാറ്റി. കുടുംബകാര്യങ്ങളിൽ പോലും സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ രാജാവിന് അധികാരമില്ലാതായി. മാത്രമല്ല കൊച്ചിയിലെ കിരീടാവകാശിയെ തീരുമാനിക്കുന്നതും ഡച്ച് കമ്പനിയായി. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുഖമുദ്ര പതിപ്പിച്ച കിരീടമാണ് രാജാവ് അന്ന് ധരിച്ചിരുന്നത്. ഡച്ചുകാർ തങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഉത്തരവുകൾ രാജാവിനെ കൊണ്ട് പുറപ്പെടുവിക്കാനും തുടങ്ങി. എന്നിട്ടോ? ഈ കടന്നുകയറ്റത്തിൽ ഇളമുറ തമ്പുരാക്കന്മാരും മാടമ്പികളും നാടുവാഴികളും നാട്ടുകാരുമെല്ലാം പ്രതിഷേധിക്കാൻ തുടങ്ങിയതോടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ മാത്രമേ ഡച്ചുകാരുടെ പക്ഷത്ത് ഉണ്ടായിരുന്നുള്ളൂ. അധികം വൈകാതെ അയനിക്കൂട്ടിൽ നമ്പടിയുടെ നേതൃത്വത്തിൽ കലാപം തുടങ്ങി. കലാപം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ കൊച്ചി രാജാവും ഡച്ചുകാരും സാമൂതിരിയുടെ സഹായം അഭ്യർത്ഥിച്ചു. എന്നിട്ട് സാമൂതിരി അവരെ സഹായിച്ചോ? വെട്ടത്തുപക്ഷത്തോടുള്ള വിരോധം മൂലം സാമൂതിരി കമ്പനിയെ സഹായിക്കുകയും കലാപം ഒതുക്കുകയും ചെയ്തു.
ഡച്ചുകാരുടെയും അവരുടെ സാമന്തനായിരുന്ന കൊച്ചി രാജാവിന്റെയും പക്ഷം ചേർന്ന് വിദേശ ശക്തികൾക്ക് എതിരായി നാട്ടുകാർ നടത്തിയ സമരത്തെ അടിച്ചമർത്തിയപ്പോൾ സാമൂതിരിക്ക് ഒന്നുകൂടി നഷ്ടമായി. അതെന്താ മാലാഖേ? നൂറ്റാണ്ടുകളായി നേടിയെടുത്ത ദേശസ്നേഹി എന്ന പേര്. എങ്കിലെന്റെ അന്നമോൾ മമ്മി വിളിക്കുന്നതിന് മുമ്പ് വേഗം വീട്ടിലേക്ക് പൊയ്ക്കോട്ടോ. അത് കറക്റ്റാ. എന്നാ ബായ് മാലാഖേ. ബായ് അന്നമോളെ. കൂട്ടുകാരെ, അന്നമോളുടെ സംശയം കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. എങ്കിൽ നമുക്ക് മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ? മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വായനശാല. ഇന്ന് ഏഞ്ചൽ വായനശാലയിൽ ഏത് പുസ്തകമായിരിക്കും പരിചയപ്പെടുത്താൻ പോകുന്നത്? നമുക്കത് കണ്ടു നോക്കിയാലോ? വായനശാല. കൊച്ചു കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകം വിശുദ്ധ GNAയുടെ ജീവചരിത്രത്തെ കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഹണി തോമസ് ആണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വിമല ബുക്സ് പബ്ലിക്കേഷൻസ് ആണ്. ഈ പുസ്തകത്തിൽ 14 അധ്യായങ്ങളാണുള്ളത്. എത്ര കണ്ടാലും, ജീവന്റെ കാവലാൾ, ജനനം, എല്ലാം ഈശോയ്ക്ക് വേണ്ടി, ആത്മസമർപ്പണം, ഡോക്ടർ ജിയന്ന, പ്രണയം, വിവാഹം, അമ്മയായ ജിയന്ന, സഹനങ്ങളുടെ ആരംഭം, എമ്മാനുവേല ജനിക്കുന്നു, അവസാന നാളുകൾ, വിശുദ്ധയായ വീട്ടമ്മ, ജീവന്റെ മഹത്വം എന്നിങ്ങനെ 14 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഒന്നാമത്തെ അധ്യായത്തിൽ മാതൃത്വത്തിന്റെ മഹത്വത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ സ്വന്തം കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി ജീവൻ ബലി കൊടുത്ത നമ്മുടെ കഥാനായികയായ GNAയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ അധ്യായത്തിൽ വിശുദ്ധ GNAയുടെ ജനനത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ആൽബർട്ടോ മരിയ ദമ്പതികളുടെ മകളായി 1922 ഒക്ടോബർ 4 ജിയന്ന ഈ ഭൂമിയിലേക്ക് പിറന്നു വീണു. നാലാമത്തെ അധ്യായത്തിൽ വിശുദ്ധ GNAയുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തെക്കുറിച്ചും സ്ഥൈര്യലേപനത്തെക്കുറിച്ചുമാണ് പരാമർശിക്കുന്നത്. അഞ്ചാമത്തെ അധ്യായമാണ് ആത്മസമർപ്പണം. ആറാമത്തെ അധ്യായത്തിൽ ഡോക്ടറായ GNAയാണ് കാണാൻ സാധിക്കുന്നത്. 1950 ജൂൺ 20 ജിയന്ന ഒരു ഡോക്ടറായി മിലാനിൽ രജിസ്റ്റർ ചെയ്തു. ക്രിസ്തുവിന് സാക്ഷ്യം നൽകിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു GNAയുടേത്. ഏഴാമത്തെ അധ്യായത്തിൽ വിശുദ്ധ GNAയ്ക്ക് തന്റെ ജീവിതത്തിലുണ്ടായ പ്രണയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എട്ടാമത്തെ അധ്യായത്തിൽ GNA പ്രണയിച്ച പിയട്രോയും ചേർന്നുള്ള വിവാഹത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒൻപതാമത്തെ അധ്യായത്തിൽ അമ്മയായ വിശുദ്ധ GNAയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 1956 നവംബർ 19 ജിയന്ന തന്റെ ആദ്യത്തെ കൺമണിക്ക് ജന്മം നൽകി. മിടുക്കനായ ഒരാൺകുഞ്ഞ്. പിയർ ലൂജി എന്ന് അവർ ഈ കൊച്ചുമിടുക്കന് പേരിട്ടു. 1957 ഡിസംബർ 11 ജിയന്ന തന്റെ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകി. മിടുക്കിയായ പെൺകുഞ്ഞ് മരിയിലോന. 1959 ജൂലൈ 15 ഇവൾക്കൊരു പെൺകുഞ്ഞുകൂടി ജനിച്ചത്. ലോറ എന്നായിരുന്നു അവളുടെ പേര്. 10ാമത്തെ അധ്യായത്തിൽ ക്യാൻസർ ബാധിതയായ വിശുദ്ധ GNAയെയാണ് കാണാൻ സാധിക്കുന്നത്. ഗർഭപാത്രത്തിൽ ഒരു ട്യൂമർ വളരുന്നുണ്ട്. എത്രയും വേഗം അത് നീക്കം ചെയ്യണം. GNA തളർന്നുപോയി. ഡോക്ടർ പറഞ്ഞ 3 വഴികൾ കേട്ടപ്പോൾ ഏറ്റവും സുരക്ഷിതമായ വഴി ട്യൂമറോടുകൂടി ഗർഭപാത്രം നീക്കം ചെയ്യുക. രണ്ടാമത്തെ വഴി ഗർഭമലസിപ്പിച്ചതിനു ശേഷം ട്യൂമർ നീക്കം ചെയ്യുക. മൂന്നാമത്തെ വഴി ശസ്ത്രക്രിയയിലൂടെ ഗർഭാശയമുഴ എടുത്തു കളയുക. അങ്ങനെ കുട്ടിയെ രക്ഷിക്കാം. പക്ഷേ പ്രസവാനന്തരം അമ്മ മരിക്കും. 11ാമത്തെ അധ്യായത്തിൽ എമ്മാനുവേലയുടെ ജനനത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. താൻ മരിച്ചാലും തന്റെ കുഞ്ഞിന് ജന്മം നൽകണമെന്നായിരുന്നു GNA എടുത്തിരുന്ന തീരുമാനം. 12ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ GNAയുടെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുഞ്ഞ് ജനിച്ച് 7 ദിവസങ്ങൾക്ക് ശേഷം, അതായത് 1961 ഏപ്രിൽ 28 GNA കർത്താവിന്റെ ഉദ്യാനത്തിലേക്ക് എടുക്കപ്പെട്ടു. 13ാമത്തെ അധ്യായത്തിൽ GNAയെ
വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. 2004 മെയ് 16 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ GNAയെ വിശുദ്ധ പുഷ്പമായി ഉയർത്തി. ജോൺ പോൾ പാപ്പ GNAയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: മാതൃത്വത്തിന്റെ രക്തസാക്ഷിയാണിവൾ. മാത്രമല്ല, മഹത്തായൊരു മാതൃക കൂടിയാണ് ഇവൾ ചെയ്തത്. അവസാനത്തെ അധ്യായത്തിൽ ജീവന്റെ മഹത്വത്തെ പറ്റിയും ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കേണ്ടതിനെ പറ്റിയുമാണ് പറഞ്ഞിരിക്കുന്നത്. കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ GNAയുടെ ജീവചരിത്രം ഇഷ്ടമായോ? എങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണേ. കൊച്ചു കൂട്ടുകാരെ, ഇന്ന് ഏഞ്ചൽ പരിചയപ്പെടുത്തിയ പുസ്തകം നിങ്ങൾ വാങ്ങി വായിക്കണേ. അടുത്ത സെഗ്മെന്റ് ആണ് ഉണ്ണിവചനങ്ങൾ. ഉണ്ണിവചനങ്ങളിലൂടെ ഉണ്ണീശോ നമ്മളോട് ഏതു വചനമായിരിക്കും പറയാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഉണ്ണിവചനങ്ങൾ. പരമപിതാവിന് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയുടെ കൊച്ചു കൂട്ടുകാർക്ക് സുഖം തന്നെയല്ലേ? എങ്കിൽ ശരി, ഞാൻ പറയാൻ വന്ന കാര്യം പറയാം. മോശ വഴി ദൈവം നമുക്ക് നൽകിയ 10 പ്രമാണങ്ങളിൽ 6ാമത്തെ പ്രമാണം എന്താണ് കൂട്ടുകാരെ? അതെ, വ്യഭിചാരം ചെയ്യരുത്. കൊച്ചു കൂട്ടുകാർ, ഈ പ്രമാണം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ഉണ്ണീശോ പറഞ്ഞു തരാം. നിങ്ങളിൽ ചിലർക്കെങ്കിലും, അതായത് ചില ആൺകുട്ടികൾക്ക് സ്പെഷ്യലായ ഒരു പെൺകുട്ടിയും ചില പെൺകുട്ടികൾക്ക് വളരെ സ്പെഷ്യലായ ഒരു ആൺകുട്ടിയും ഫ്രണ്ട് ആയിട്ട് ഉണ്ടാകും. അതിനെ നിങ്ങൾ വിളിക്കുന്നത് ബോയ് ഫ്രണ്ട് എന്നും ഗേൾ ഫ്രണ്ടും എന്ന് ആണല്ലോ. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ കൂട്ടുകാരെ, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിനും ഇത്രയും നാൾ നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഉപരിയായി മറ്റൊരു വ്യക്തിയെ ഇഷ്ടപ്പെട്ട് അവന് അല്ലെങ്കിൽ അവൾക്ക് മനസ്സിൽ 1ാം സ്ഥാനം കൊടുക്കുക എന്നത് വ്യഭിചാരത്തിന് തുല്യമാണ് കൂട്ടുകാരെ. അങ്ങനെയെങ്കിൽ ഉണ്ണീശോയുടെ കൊച്ചു കൂട്ടുകാർ ഗേൾഫ്രണ്ടിനെയും ബോയ് ഫ്രണ്ടിനെയും ഉണ്ടാക്കാൻ പോകുമോ? ഇല്ലെന്നാണ് ഉണ്ണീശോയുടെ വിശ്വാസം. നിങ്ങൾ കുട്ടികളുടെ ഈ പ്രായത്തിലെ കടമകൾ എന്താണെന്ന് വെച്ചാൽ നന്നായി പഠിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക, മറ്റുള്ളവർക്ക് തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു നൽകുക എന്നതൊക്കെയാണ് കൂട്ടുകാരെ. നിങ്ങൾ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് ബാല്യത്തിലെ കുഞ്ഞു കുഞ്ഞു കുസൃതികളൊക്കെ ചെയ്ത് ജീവിച്ച് ബാല്യകാലം ആസ്വദിക്കണം. കൊച്ചു കൂട്ടുകാർക്ക് ഉണ്ണീശോ പറഞ്ഞതെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? എങ്കിൽ വീണ്ടും കാണാം നമുക്ക്. പരമപിതാവിന് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കൊച്ചു കൂട്ടുകാരെ, ഉണ്ണീശോ പറഞ്ഞു കേട്ടല്ലോ. ഇനി ഉണ്ണീശോ പറഞ്ഞ പോലെ ചെയ്യണേ. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ. അടുത്ത സെഗ്മെന്റ് ആണ് കളിയരങ്ങ്. ഇന്ന് കളിയരങ്ങിൽ ആരായിരിക്കും വരാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കളിയരങ്ങ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? നമ്മുടെ പൂർണ്ണ പിതാവായ അബ്രാഹത്തെ ദൈവം പരീക്ഷിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇതാ കേട്ടോളൂ. ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അബ്രാഹത്തിനോട് പറഞ്ഞത് എന്താണെന്നോ? അബ്രാഹത്തിന്റെ ഏക മകനില്ലേ ഇസക്കാക്ക്, ആ ഇസക്കാക്കിനെ ദൈവത്തിന് ബലി കഴിക്കണമെന്ന്, അതോ ദഹന ബലി കഴിക്കണമെന്ന്. ദഹന ബലി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കല്ലും മണ്ണും കൂട്ടിവെച്ച് തറയുണ്ടാക്കി അതിന്മേൽ വിറക് വെച്ച് അതിന്മേൽ ആടിഞ്ഞു കിടത്തി തീ കൊളുത്തിയാണ് ദൈവം ഭൂമിയിലേക്ക് വരുവാൻ ആളുകൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്നത്. ഇതിനെയാണ് ദഹനബലി എന്ന് പറയുന്നത്. എന്തു കഷ്ടമാണല്ലേ ദൈവത്തിന്റെ പരീക്ഷണം. പക്ഷേ അബ്രാഹാം ദൈവം പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ കഴുതകളെയും തൻ്റെ 2 വേലക്കാരെയും തൻ്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ബലിക്കുള്ള വിറകുകൾ ശേഖരിച്ച് മോറിയ ദേശത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് അബ്രാഹത്തെ വിളിച്ചു. അപ്പാ അപ്പാ. അബ്രാഹാം വിളി കേട്ടു. എന്താ മകനെ? ബലിക്കുള്ള കത്തിയും വിറകും ഉണ്ടല്ലോ, പക്ഷേ ദഹന ബലിക്കുള്ള കുഞ്ഞാടെവിടെ? അബ്രാഹാം പറഞ്ഞു, ദഹന ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ കല്ലൊക്കെ കൂട്ടിവെച്ച് തറയുണ്ടാക്കി അതിന്മേൽ വിറക് വെച്ച് അതിന്മേൽ ഇസഹാക്കിനെ ബന്ധിച്ചു കിടത്തി. പാവം ഇസഹാക്കിന് മനസ്സിലായി തന്നെ ബലി കഴിക്കാൻ പോകുന്നതെന്ന്.
അബ്രഹാം കത്തിയെടുത്തു. പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ അബ്രാഹത്തെ വിളിച്ചു. അബ്രാഹം, അബ്രാഹം, നീ നിന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. നീ നിന്റെ കുഞ്ഞിന്മേൽ കൈവെക്കരുത്. നീ നിന്റെ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. നീ നിന്റെ ഏകപങ്കുനി ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ മടി കാണിച്ചില്ല. പെട്ടെന്ന് അബ്രാഹം ഒരു ആട്ടിൻകുട്ടിയെ ശബ്ദം കേട്ടു. മുൾച്ചെടിക്കിടയിൽ കൊമ്പുടുക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ അബ്രാഹം കണ്ടു. പെട്ടെന്ന് ഇസ്ഹാക്കിന്റെ കെട്ടുകളയച്ച് താഴെ ഇറക്കി കെട്ടിപ്പിടിച്ചു. പിന്നീട് ആ ഇസ്ഹാക്കിന് പകരം ആ കുഞ്ഞാടിനെ ദൈവത്തിന് ബലി അർപ്പിച്ചു. അങ്ങനെ ദൈവത്തിന്റെ പരീക്ഷണത്തിൽ അബ്രാഹം വിജയിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായില്ലേ? നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോഴെല്ലാം വിശ്വാസത്തിന്റെ പിതാവായ അബ്രാഹത്തെ പോലെ വാക്കിലും പ്രവൃത്തിയിലും അടിയുറക്കി വിശ്വാസം പരിപാലിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇത്രയും നേരം എൻ്റെ കൊച്ചു കഥ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ കളിയാരങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? എന്താണ് അടുത്ത സെഗ്മെന്റ്? സന്തോഷ ജന്മദിനം. ഈ ആഴ്ചയിലെ ജന്മദിനമുള്ള കൂട്ടുകാരെ നമുക്കൊന്ന് വിഷ് ചെയ്തിട്ട് വന്നാലോ? സന്തോഷ ജന്മദിനം. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് ഈ ആഴ്ചയിലെ വാർത്തയിലെ താരത്തെ പരിചയപ്പെട്ടാലോ? വാർത്തയിലെ താരം: എൻ്റെ പേര് ഷാൻമരിയ. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട് പാരന്നൂരാണ്. എനിക്ക് 2023 ഇന്ത്യ ബുക്ക് റെക്കോർഡ് ഓഫ് കിട്ടി. ബൈബിളിൻ്റെ പുസ്തകങ്ങളുടെ പേര് പറഞ്ഞതിനാണ് എനിക്ക് 2023 ഇന്ത്യ ബുക്ക് റെക്കോർഡ് ഓഫ് കിട്ടിയത്. 48 സെക്കൻഡുള്ളിലാണ് ഞാനിത് പറഞ്ഞത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിമിത്തനം, ജോശുവ, നയദീപൻ, റൂത്ത്, 1 സമൂൽ, 2 സമൂൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്തം, 2 ദിനവൃത്തം, എസ്രാ, നെഹെമ്യ, തോബീത്ത്, യൂദിത്ത്, എസ്തർ, 1 ബക്കന്മാർ, 2 ബക്കന്മാർ, ജോബ്, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗം, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ, യെശയ്യാ, ജെറമിയ, വിലാപങ്ങൾ, ബാരൂക്ക്, എസെക്കിയേൽ, ദാനിയേൽ, ഹോസിയ, ജോയേൽ, ആമോസ്, ഒബാദിയ, യോന, മിക്കനാഹു, ഹബക്കുക്ക്, സെഫാനിയ, ഹഗായി, സഗറിയ, മലാക്കി, മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ. അപ്പസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ: റോമ, 1 കോരി, 2 കോരി, ഗലാത്തിയ, എഫെസോസ്, ഫിലിപ്പി, കൊളോസോസ്, 1 തെസ്സ, 2 തെസ്സ, 1 തിമോ, 2 തിമോ, തീത്തോസ്, ഫിലിമോൻ, എബ്രാ, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദാസ്, വെളിപ്പാട്. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റാണ് നിറക്കൂട്ട്. ഇന്ന് നിറക്കൂട്ടിൽ ആര് വരച്ച പടമായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? നിറക്കൂട്ട്. കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് അയച്ചു തരാം. അതിനായി ഞങ്ങളുടെ അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശ്ശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, നിങ്ങൾക്ക് കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾ ഇതിലും നല്ല എപ്പിസോഡുമായി വീണ്ടും വരും. അതുവരേക്കും ബൈ.